ഈ നമ്മളിപ്പോൾ നോവൽ എഴുത്തിൻ്റെ കാര്യത്തിൽ ഈ നമുക്കൊരു ഒരു ഒരു പാറ്റേൺ ഉണ്ട്. അത് നമ്മളെല്ലാവരും ഓക്കെ, ഈവൻ ഞാൻ ഇത് പറയുന്നതല്ല, ഈവൻ ഹരീഷ് അടക്കമുള്ള ആൾ ഫസ്റ്റ് നോവൽ എഴുതുന്ന സമയത്ത്, ഞാൻ നോവൽ എഴുതിയിട്ടില്ല കേട്ടോ, അത് നോവൽ എഴുതാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ദേശചരിത്രമാണ് ആദ്യം നോക്കുന്നത്. അത് മലയാളികളുടെ വലിയൊരു പ്രശ്നമാണത് കാര്യം. അതായത് ഒരു ദേശചരിത്രം ആദ്യം എഴുതുക. അപ്പോൾ ആ ദേശത്തെ കുറേ കഥാപാത്രങ്ങൾ നേരെ കരിക്കോട്ടക്കരി സാധനങ്ങളെല്ലാം അവൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ട് അതിലേക്ക് കമ്മ്യൂണിസം വരുന്നു. ആ കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു പരിപാടി നോക്കിയോ. ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ ഫസ്റ്റ് നോവൽ, അവൻ്റെ നോവൽ, ഹരീഷിൻ്റെ നോവൽ, ഈ മറ്റേ ഇപ്പോൾ വന്ന ഷാജിയുടെ നോവൽ, ഇത് എൻ്റെ നാട്ടിലെ കഥയാണ്. ഇനിയിപ്പോൾ എനിക്കെന്നെ എഴുതാനൊന്നുമില്ല. ഇവൻ അവിടുത്തെ നാട്ടിൻ്റെ മൊത്തം ചരിത്രം ചെയ്തുകൊണ്ട് ഉണ്ണി നോവൽ എഴുതി നിർത്തി, ആറുണ്ണി. അപ്പോൾ ഇതൊരു പാറ്റേണാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അത് നമുക്ക് ഏറ്റവും നമ്മളത് ആയിട്ട് ബന്ധപ്പെട്ട് മാത്യു സാറിന് ഇവിടെ ഇരിക്കുന്നുണ്ട്. മാത്യു സാറിൻ്റെ നോവലും അതുപോലെ തന്നെ മാത്യു സാറിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം നമ്മളതിനെ വളരെ നമ്മുടെ ഒരു കുട്ടിക്കാലമൊക്കെ അതിനോട് വളരെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നതും നമ്മളത് നേരിട്ട് വളരെ അടുത്ത് അറിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ നാലുകെട്ട് അടക്കം നോക്കിക്കഴിഞ്ഞാൽ ഇതന്നെ ഈ സാധനം വരുന്നത്, ഈ പാറ്റേണാണ് കയറി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ വിട്ടിട്ട് നമ്മൾ നേരത്തെ എഴുതിയത് മാജിസ്ട്രേറ്റിൻ്റെയൊക്കെ അന്ന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു സംഭവമാണ്. ഈ നമ്മളുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പാറ്റേൺ അത് രണ്ടാമത്തെ അങ്ങനെ നിർബന്ധപൂർവ്വം പറയുന്നതല്ല കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ മൂന്നാമത്തെ ആയിട്ട് നമ്മളൊരു അല്ലെങ്കിൽ നമ്മൾ പറയും പാരിസ്ഥിതികമായ പ്രശ്നം, ഞാനാണ് എഴുതാൻ വേണ്ടി പോകുന്നത്, പാരിസ്ഥിതിക പ്രശ്നം അല്ലെങ്കിൽ ഫെമിനിസം. ഞാൻ ചോദിച്ചാൽ പെട്ടിക്കടക്കാർ എത്ര ആളുണ്ട് ഇവിടെ വന്നിട്ട് മറ്റേ പെട്ടിക്കടക്കാരുടെ പ്രശ്നങ്ങൾ വെച്ചിട്ട് ഒരു നോവൽ എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞ തകഴി 40 നോവൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരെ കുറിച്ചിട്ട് എഴുതുകയാണ്, എല്ലാ പ്രശ്നങ്ങളും എഴുതുകയാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും എഴുതുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കണ്ടംപററി സംഭവങ്ങളൊക്കെ ഇതിനകത്തേക്ക് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ ഏതും എന്തും ഒരു മുൻവിധിയോടല്ലാതെ നോവലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എഴുത്ത് മാറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്ക്, അവർ എത്രയെത്ര നോവലുകളാണ്. ഈ MT ഒക്കെ കോടതിയിലേക്ക് പോയിട്ടുണ്ടാവില്ല, കോടതിക്ക് പോകാൻ സമയമില്ല, നോവൽ എഴുതണ്ടേ. അപ്പോൾ ആകെ മറ്റേ കൊയ്യാനും ഈ പറയുന്ന പോലെ കൊയ്യാനും ഈ നോവൽ എഴുതാനും മാത്രമേ അയാൾ തകഴി അതിന് സമയം കിട്ടിയിട്ടുണ്ടാവൂ. കാരണം ഈ 40 നോവലുകളിന് പണി എത്രയുണ്ട്? അത്രയ്ക്ക് ഉണ്ടാവും. പിന്നെ കയറ് അത് വേറെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അത്രയധികം പ്രശ്നം ഞാൻ ചോദിക്കുന്നത്, ഈ അസംസ്കൃത വസ്തുക്കൾ അത്രയുണ്ട്. ഈ കാലം വളരെയധികം സങ്കീർണമാവുമ്പോഴാണ് എഴുത്തുകാരൻ ഭയങ്കര രസകരമാണ്. അതായത് ഈ കാലം മുടിഞ്ഞു പോകണം, അപ്പം മാത്രമേ നമുക്കെന്ത് കിട്ടുള്ളൂ, നമുക്ക് അതിനുള്ള മെറ്റീരിയൽസ് കിട്ടുള്ളൂ. അത് എൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ കൺസ്യൂമറിസം വന്നു, മറ്റേത് വന്നു. കൺസ്യൂമറിസം വന്നതുകൊണ്ട് ഇവിടെ എന്തൊക്കെ കഥകളുണ്ടായി, എത്ര നല്ല കഥകളുണ്ടായി. പക്ഷേ എപ്പോഴും ഈ കൺസ്യൂമറിസത്തിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നാൽ നടക്കില്ല. അപ്പോൾ ഞാൻ പണ്ട് എഴുതിയത് വാർത്താശ്ശേരി എന്ന് പറഞ്ഞ കഥ. വാർത്താശ്ശേരി TV വന്നതിനെ കുറിച്ചിട്ടാണ്. അത് ആ കാലഘട്ടത്തിൽ അന്ന് TV വലിയ പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ ആ TV വന്നപ്പോൾ ആ TVൻ്റെ പ്രശ്നങ്ങൾ, പക്ഷേ അതിനകത്ത് വരുന്ന TV അല്ല എൻ്റെ പ്രശ്നം, മാധ്യമ വിചാരണ തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ആ മാധ്യമ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു മാന്ത്രിക കഥ എഴുതിക്കൂടെ? അല്ലെങ്കിൽ നേരെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ പാറ്റേൺ, അല്ലെങ്കിൽ നേരെ പാറ്റേൺ ഒന്നുകിൽ ക്രൈം അല്ലെങ്കിൽ സെക്സ്. ഈ 2 രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ മാമൂലുകളൊക്കെ വിട്ടുകൊണ്ട് കുറച്ചും കൂടി സ്വതന്ത്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും, സമൂഹത്തിലെ സകല പ്രശ്നങ്ങളും നമ്മുടെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമ്മുടെ എഴുത്തിൻ്റെ ഒരു ഘടനയെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു രീതിയെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നമുക്ക് എഴുതാൻ വേണ്ടി കാര്യങ്ങൾ സങ്കീർണമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. കാരണം മനുഷ്യർ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അന്നേരത്തേക്ക് നമുക്ക് എഴുതാൻ വേണ്ടി ഭൂകമ്പവും വെള്ളപ്പൊക്കവും യുദ്ധമൊക്കെ വരുന്നത് മോശമായിട്ടുള്ള ഇടപാടാണ്. സാഹിത്യത്തെക്കാളും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ സന്തോഷം പറഞ്ഞ ഈ കാര്യം വളരെ ശരിയാണ്. നോവലിൽ നമ്മൾ പുലർത്തുന്ന ചില മാമൂലുകളുണ്ട്. നമ്മുടെ ഒരു സ്ഥിരം പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുക. ദേശകഥകൾ ഞാൻ ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട്, എല്ലാവരും എഴുതുന്നുണ്ട്. അതുപോലെ അങ്ങനെ
സ്ഥിരം ആ രീതി വിട്ട് നമുക്ക് നോവലിൻ്റെ പുറത്തേക്ക് പോകാൻ നമുക്ക് പറ്റിയിട്ടില്ല പലപ്പോഴും. വളരെ അപൂർവം എഴുത്തുകളെ മലയാളത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കേരളത്തിന് പുറത്തേക്ക് നോവലിനെ കൊണ്ടുപോകുക അതൊരു വേറെ എളുപ്പ വഴിയാണ്. ഇപ്പോൾ നോവൽ ജയ്പൂരിൽ സെറ്റ് ചെയ്താൽ കുഴപ്പമില്ല, പിന്നെ അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ജീവിതം, അവിടുത്തെ തെരുവുകൾ, അതിൻ്റെ വർണ്ണനയിൽ കൂടി അങ്ങനെ പോകും. അങ്ങനെ നമ്മൾ നോവലിലൊക്കെ പുലർത്തുന്ന വളരെ എളുപ്പ വഴികളുണ്ട്. അതേസമയം വളരെ അതിൻ്റെ ഘടനയെ ഒന്ന് ഭേദിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. അപൂർവം ചില എഴുത്തുകാർക്കേ പറ്റിയിട്ടുള്ളൂ, വളരെ കുറച്ച് പേർക്കൊക്കെ പറ്റിയിട്ടുള്ളൂ. ആ ഭേദിച്ചത് വിജയിച്ചോ എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല. ഞാൻ മുമ്പേ പറഞ്ഞ മരിയെന്ന് പറഞ്ഞ നോവൽ അതിനെ കുറച്ചൊക്കെ ഭേദിച്ച ഒരു ചെറിയ നോവലാണ്, അതിനെ കുറച്ച് ഭേദിച്ച നോവലാണ്. അങ്ങനെ അപൂർവം ചില നോവലുകൾ, ഇപ്പം സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നോവൽ വന്നു. അത് ഈ കേരളത്തിന് വെളിയിലാണ് അതിൻ്റെ കഥ നടക്കുന്നത്. അതിനെ ഒരു പരിധിവരെ മറികടന്ന നോവലാണെന്ന് തോന്നുന്നു. അങ്ങനെ അപൂർവം ചില നോവലുകൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പുതിയ കാലത്തെ പറ്റി പറഞ്ഞപ്പോഴേ, നമ്മുടെ പുതിയ കാലം എങ്ങനെ ഭാഷയെ പരിഷ്കരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഞാനെപ്പോഴും നമ്മുടെ സ്കൂളിലെ മാഷന്മാരോടൊക്കെ പറയും, എന്ന് വെച്ചാൽ PSCയുടെ മുന്നിൽ സമരമുണ്ട്, മലയാള ഭാഷയെ സംരക്ഷിക്കുക, മലയാള ഭാഷ PSC ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും അവർ സമരം നടത്തുന്നത് മണിപ്രവാളത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ദ്വിത്വസന്ധി, സമാസം, ഔവ്യീഭാവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് PSC ചോദിക്കുക. മലയാള ഭാഷയെ ഉൾപ്പെടുത്തു എന്ന് പറയുമ്പോൾ PSCൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നത് ഈ മണിപ്രവാള ഭാഷയാണ് ഉൾപ്പെടുത്തുന്നത്, മലയാള ഭാഷ. അപ്പം മലയാള ഭാഷയെ രക്ഷിക്കുന്ന ആരെന്ന് ഞാൻ നോക്കിയിട്ട് ഈ കടകളുടെ ബോർഡാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ ബോർഡിലുണ്ടായൊരു വിപ്ലവം, അടുത്ത കാലത്തൊട്ട് ഉണ്ടായൊരു വിപ്ലവം ഭയങ്കര മാറ്റമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലുകളിലൊക്കെ പണ്ട് സൗപർണിക എന്നൊക്കെ ഉള്ള ഹോട്ടലുകളൊക്കെ മാറി ഉമ്മാൻ്റെ അടുക്കള, ഉപ്പാൻ്റെ ചായപ്പീടിയ, അളിയൻ്റെ. ഇതിനിടയ്ക്ക് ഇന്നലെ ഞാനിങ്ങനെ പോകുമ്പം കണ്ടു ഹൈദ്രോസിൻ്റെ അളിയൻ്റെ പീടിക. സാധാരണ ഹൈദ്രോസിൻ്റെ പീടികയെന്നിടും, ഇത് ഹൈദ്രോസിൻ്റെ അളിയൻ്റെ പീടിക. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഈ അളിയൻ ഒരു ക്യാരക്ടറാണല്ലോ, അളിയൻ ഇതൊരു പേരില്ലേ, അളിയന് പേരില്ലേ, ഹൈദ്രോസിനാണ് അവിടെ പേരുള്ളത്, അതുകൊണ്ട് ഹൈദ്രോസിൻ്റെ അളിയൻ്റെ പീടിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറയും. ഇത്തരത്തിൽ മലയാള ഭാഷ ഈ ബോർഡുകളിൽ മുഴുവൻ മലയാളമായി, തനി മലയാളം, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മലയാളം ഈ ബോർഡുകളിൽ മുഴുവൻ വന്നു. സോഷ്യൽ മീഡിയയിലും കുറേ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന തനി മലയാള ഭാഷകളൊക്കെ വന്നു. അപ്പോൾ അക്കാദമികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, ഈ സർവകലാശാലകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സേവനം ഇത്തരത്തിലാണ് മലയാള ഭാഷയ്ക്ക് വേണ്ടി, മലയാള ഭാഷയെ നിലനിർത്താനുള്ള സ്വഭാവം നടക്കുന്നത്. അതിൽ ഞങ്ങളും ചെറിയ പങ്ക് ഞാനും ഹരീഷ് ഭായിയും വഹിച്ചിട്ടുണ്ട്. ചുരുളി എന്ന് പറയുന്ന സിനിമയിലൂടെ അങ്ങനെ ലിജോയും കൂടെ ചേർന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് കുറേ നാൾ നിൽക്കും മലയാള ഭാഷ എന്നുള്ള സാധനത്തിൽ. ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ഈ ശരിക്കും എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു വർക്ക് കൊടുക്കുന്നത്, ഇപ്പം ഒരു ഹോട്ടൽ മെനു നമ്മൾ ആ കുട്ടികൾക്ക് കൊടുത്തേച്ചിട്ട് മലയാളിയുടെ ഭക്ഷണശീലത്തിലുണ്ടായ മാറ്റം, ഇതിനെപ്പറ്റി ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ, ഭക്ഷണശീലം എന്താണ് നിലവിലുള്ള മലയാളിയുടെ ഭക്ഷണശീലം അതറിയണമെങ്കിൽ നമുക്ക് ഹോട്ടൽ മെനു നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയാം. കുഴിമന്തി, മറ്റേ അൽഫാം, ഗിൽഫാം, അല്ല എങ്ങനെയുള്ള നമ്മുടെ ഒന്നും ഒരു 30 വയസ്സ് വരെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സംഭവങ്ങൾ എന്തായി നമ്മുടെ ഭക്ഷണശീലത്തിൽ ദൈനംദിന ഭക്ഷണശീലം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഭാഷാ നവീകരണ പരിപാടികൾ ഇങ്ങനെ സമൂഹം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് അക്കാദമികളെക്കാളും സർവകലാശാലകളെക്കാളും ഇഫക്റ്റീവായി നടക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാ കാലവും ഭാഷ വളർന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സദസ്സിന് എഴുത്തുകാരുമായി സംവദിക്കാനുള്ള അവസരമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാം. ഈ വായനാശീലം നമുക്ക് സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ കുറച്ച് ദിവസം നവംബറിൽ വലിയ നടക്കുകയാണ്, ലോകം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ ഉത്തേജിപ്പിക്കാമെന്ന് നിങ്ങൾ സമൂഹത്തിൽ പറഞ്ഞാൽ ഉപകാരമായിരിക്കും. എൻ്റെ പേര് ഗോപിനാഥൻ നായർ എന്നാണ്. ഞാൻ അധ്യാപകനായിരുന്നു, മലയാള അധ്യാപകനായിരുന്നു. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നി. പ്രത്യേകിച്ചും ഈ പാഠപുസ്തകം സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ പാഠപുസ്തക കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പലപ്പോഴും ഞാൻ പറയുന്ന അവർ അംഗീകരിക്കാറില്ല. അവിടെ കുറേ ആളുകളുണ്ട്, അവർ തീരുമാനിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ വരുള്ളൂ. പലതും ഞാൻ വിമർശിച്ച് പറഞ്ഞിട്ട് പോലും അവരെ എൻ്റെ വിമർശനം സ്വീകരിക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് പോകുന്ന ഒരനുഭവമാണ്. പിന്നെ കഥാകൃത്തുക്കളുടെ കഥയിലേക്ക് വന്നാൽ, ഞാൻ മലയാളത്തിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ +2 പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ചെറുകഥയെ പറ്റി ഞാൻ പറയുന്നത്, അന്ന് ആ ഒരു ചെറുകഥയിൽ അന്ന് ഞാൻ മനസ്സിലാക്കാത്തതാണ്, പിന്നീട് മനസ്സിലാക്കിയെന്ന് മാത്രം, അന്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ കുട്ടികളോട് വായിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് M. മുകുന്ദൻ്റെ പ്രഭാതം മുതൽ പ്രഭാതം വരെ എന്ന് പറഞ്ഞ കഥയാണ്.
അവരൊക്കെ വിളിച്ചു വായിച്ച് തിരിച്ചു വന്നിട്ട് അവർക്ക് ഒരു പിടി കിട്ടിയില്ല ഈ അന്യവൽക്കരണം എന്താണ് എന്നുള്ളത് വാസ്തവത്തിൽ അറിയില്ല. ഈ അത്യന്താധുനിക സാഹിത്യം പോലെയുള്ള ഇത് ആണ് അതും. അതുപോലെ അത്തരം കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഒന്ന് അതിന് വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സാർ, ഞാൻ സാറിനോട് എനിക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നതേ, സാറ് അവരോട് വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് കൊടുത്ത കഥ തന്നെ തെറ്റായിപ്പോയി. സാറിൻ്റെ തെറ്റല്ലേ? സാറല്ലേ അതിൽ കുറ്റക്കാരൻ. കാരണം വെച്ചാൽ ബഷീറിൻ്റെ സിലബസിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ മറ്റേ ഓക്കെ, ഞാൻ വെച്ച് സാറ് കൊടുത്താണ്. അപ്പോൾ സിലബസിലുണ്ടായിരുന്ന കഥ, അപ്പോൾ അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥ അല്ല ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ബഷീറിൻ്റെ ഈ തേന്മാവ് പോലുള്ള ഒരു കഥയാണ്, പാത്തുമ്മയുടെ ആടോ തേന്മാവ് പോലുള്ള ഒരു കഥയോ അല്ലെങ്കിൽ നെയ്പ്പായസം പോലുള്ള ഒരു കഥയോ അല്ലെങ്കിൽ കർക്കിടകം പോലുള്ളൊരു കഥയോ ആണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾക്ക് സിലബസിൽ ഉൾപ്പെടുത്തേണ്ടത്. അങ്ങനെ സിലബസിൽ ഉൾപ്പെടുത്തുമ്പോൾ മാത്രമേ അവർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥയായിട്ട് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ മൂന്നേട്ടൻ വലിയൊരു റൈറ്ററാണ്, അതല്ലേ പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ എഴുതിയ നിലവിളക്കും കയറും ഈ പറയുന്ന പോലെ പിന്നെ 5.5 വയസ്സുള്ള കുട്ടിയും ഒക്കെ തന്നെ നോക്കുമ്പോൾ നമ്മൾ അതൊരിക്കലും ഒരു കുട്ടിക്കൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു, നമുക്ക് തന്നെ ഇപ്പോൾ അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത കഥകളാണ് ആ കാലഘട്ടത്തിൽ എഴുതിയത്. പക്ഷേ അത്തരത്തിലുള്ളൊരു കഥയെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഈ സിലബസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. പക്ഷേ അതൊരു ഡിഗ്രിക്കാണെങ്കിൽ അത് PGക്കോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഡിഗ്രി ക്ലാസ്സുകളിലാണ് യഥാർത്ഥത്തിൽ ആ കഥ യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ മാത്രമേ അത്തരത്തിലുള്ള സിലബസുകളാണ് വരേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലബസിൽ എനിക്ക് അറിയില്ല, ഞാനിപ്പോൾ സിലബസിന് നോക്കുന്നില്ല, എങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട സാധനങ്ങൾ എഴുത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. 10% അല്ലേ? എനിക്കറിയില്ല അതിനെക്കുറിച്ചൊരു സിലബസിനെ കുറിച്ചിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനെ ഒരു നല്ല ഒരു രാഷ്ട്രീയ അധിഷ്ഠിതമല്ലാത്ത മതാധിഷ്ഠിതമല്ലാത്ത ഒരു വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ സിലബസിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ. സാറ് നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള മനസ്സുള്ള സാറിനെ പോലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ സിലബസിൻ്റെ പിറകിൽ വരേണ്ടത്. പക്ഷേ അത് നിർഭാഗ്യവശാൽ ആ സംഭവം വരുന്നില്ല എന്നുള്ളതാണ്. അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വായനയെ ഇതിലേക്ക് ആറ്റി പോകുന്നത്. എൻ്റെ പേര് സണ്ണി, തൃശ്ശൂരിൽ നിന്നാണ്. ഈ സാഹിത്യത്തിലും എഴുത്തിലും ഈ സങ്കീർണമായ പദങ്ങളും അതോടൊപ്പം തന്നെ ദുർഗ്രഹതയും കുത്തിച്ചെലുത്തണം എന്ന് നിർബന്ധമുള്ള പോലെയാണ് നമ്മുടെ പല സാഹിത്യകാരന്മാരും അവരുടെ സൃഷ്ടികൾ നടത്തുന്നത്. അവിടെ ഏറ്റവും ഇവിടെ പറഞ്ഞ തന്നെ ഏറ്റവും ഭാഷ എപ്പോഴും നവീകരിക്കണം, പുതു പദങ്ങളൊക്കെ ഉണ്ടായി വരണം എന്നുള്ളൊരു തോന്നലില്ലാത്ത രീതിയിലാണ് നമ്മുടെ സാഹിത്യകാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാവാൻ സ്വീകാര്യത ഇല്ലാത്ത സ്ഥിതിയും ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാഹിത്യകാരന്മാർ മുമ്പൊക്കെ പുരോഹിത വിഭാഗമാണ് ഒരു നിലപാടില്ലായ്മയും നയമില്ലായ്മയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ സാമൂഹ്യവിരുദ്ധമായ കാര്യങ്ങൾ പൊതുവെ ചെയ്തു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ വാക്കും നോക്കും വ്യത്യാസമുള്ള ഏറ്റവും എന്താ പറയുക മ്ലേച്ഛമായ വിഭാഗം എന്ന് പറയുന്നത് ഒരു പേഴ്സണലായിട്ടൊരു സ്റ്റഡി നടത്തിയപ്പോൾ അത് പുരോഹിത വിഭാഗമായിട്ടാണ് കഴിഞ്ഞ 5-10 വർഷം മുമ്പ് ഞാനൊരു വ്യക്തിപരമായിട്ടുള്ള സർവേ എടുത്തപ്പോൾ കണ്ടത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ സ്ഥാനം നിങ്ങൾക്കാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു നിലപാടില്ലായ്മ, ഒരു നയമില്ലായ്മ, ഒരു ചാഞ്ചാട്ടത്തിൻ്റെ എല്ലാ ലക്ഷണം കാണിക്കുന്ന ആൾക്കാർ, എന്താ പറയുക, രാഷ്ട്രീയക്കാരെയൊക്കെ നിങ്ങൾ പൂവിട്ട് പൂജിക്കണം. അവർ ആയാറാം കയ്യാറാം തോലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിൽ ഒരു മ്ലേച്ഛ വിഭാഗം, ഒന്നാമത്തേത് ഞാൻ പറയുന്നത് നിങ്ങളുടെ വിഭാഗമാണ്. ഞാൻ കറയില്ലാതെ പറയണം, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. അതിപ്പോൾ ആനുകാലികമായിട്ടുള്ള ഓരോ സംഭവങ്ങളിലും എടുക്കുന്ന നിലപാട്, ധീരതയില്ലായ്മ, ഇതൊക്കെ വന്നു ചേർന്ന ഒരു ഒന്നാമത്തെ കൂട്ടം, ഒന്നാമത്തെ സമൂഹത്തിലെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സിനിമകൾ പലതും പുതിയതുണ്ടായപ്പോൾ അവരൊക്കെ ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള നഗരവൽകൃതമായിട്ടുള്ള പദങ്ങളും അത് സിനിമയുടെ ലൊക്കേഷനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ പഴയ അന്തരീക്ഷത്തിൽ ചുറ്റിക്കറങ്ങുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ട്. എല്ലാ കാലത്തും
സങ്കീർണമായ യുദ്ധ സാഹചര്യത്തിൽ പണ്ട് കാലത്ത് വെസ്റ്റേൺ യൂറോപ്യനിൽ ധാരാളം കൃതികളുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളറിയാതെ സൈലൻ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പോലെ നമ്മളറിയാത്ത ഒരുപാട് സങ്കീർണമായിട്ടുള്ള കാലഘട്ടം ഇപ്പോൾ ഇവിടെ ഉണ്ട്. യുദ്ധമില്ല, അതൊന്നുമില്ല എന്ന്. നിങ്ങൾ കാലഘട്ടം സങ്കീർണമാക്കാൻ നോക്കണ്ട. കാലഘട്ടം എപ്പോഴും സങ്കീർണമാണ്. മനുഷ്യൻ്റെ കഷ്ടപ്പാട് ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്കതിനുള്ള സാഹചര്യമുണ്ട്. നിങ്ങളുടെ കഴിവില്ലായ്മയാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞാൽ മതി. എഴുത്തുകാർ ആണ് ഇപ്പോൾ ഏറ്റവും നമ്പർ 1 മ്ലേച്ഛം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇത് എഴുത്തുകാരുകളുടെ ധീരതയോടെ നിലപാടെടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ധൈര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതാൻ വന്നത്. ഇത് ഞാൻ വല്ല പട്ടാളത്തിന് പോയി ചേർന്നേനെ. ധൈര്യമില്ലാത്തതുകൊണ്ടാണ് എഴുതാൻ വന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എഴുത്തുകാരെന്നും ഇങ്ങനെയായിരുന്നു. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു എന്ന് പറയരുത്. കാരണം ഇവിടെയുള്ള വലിയ എഴുത്തുകാർ കുഞ്ചൻ നമ്പ്യാർ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ പോയി അവിടുത്തെ അടിയാനായിട്ട് ജീവിച്ചയാളാണ് കുഞ്ചൻ നമ്പ്യാർ. രാമപുരത്ത് വാര്യർ അതെയായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. എഴുത്തച്ഛന് ബ്രാഹ്മണരെ പേടിയായിരുന്നു. ഇങ്ങനെ സി വി രാമപിള്ള രാജാവിനെ പുകഴ്ത്തി എഴുതിയാളാണ്. എല്ലാ കാലത്തും എഴുത്തുകാരങ്ങനെയായിരുന്നു. ചെറിയ പേടിയുള്ളതുകൊണ്ട് ഇങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് ജീവിക്കുക എന്നുള്ളത് തീരുമാനിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് പണിയെടുക്കാതെ ജീവിക്കാമല്ലോ, അധ്വാനം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി ഒരു ഐറ്റം പിടിച്ചേക്കുന്നത്. അതാണ്. ചന്തുമേനോൻ മലബാറിലായാണ് ബ്രിട്ടീഷുകാരെ പിടിച്ചു. അങ്ങനെ എല്ലാ കാലത്തും എഴുത്തുകാരിപ്പം മിഖായിൽ ഷോളക്കോവ് എന്ന് പറഞ്ഞ വലിയ ഷോളക്കോവ് ഇദ്ദേഹത്തെ സ്റ്റാലിൻ്റെ അടിമയായിരുന്നു. ഷോളക്കോവ് ഹിറ്റ്ലറെ പൂഴ്ത്തിയ സാഹിത്യകാരന്മാരുണ്ട്. എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളതാണ്. നമ്മൾ പരമാവധി നിലപാടിലൊക്കെ നിൽക്കാൻ നോക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും നിലപാടിൽ നിൽക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും നിലപാടിൽ നിൽക്കണം എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളൊക്കെ ഒരുമാതിരി എനിക്ക് തോന്നുന്നു നമ്മളെടുത്ത നിലപാടിൽ ഒരു തീരുമാനം, ഞാനും ഹരീഷ് ഭായിയും ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. അതിപ്പം പറയേണ്ട കാര്യമൊന്നുമില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇനി എഴുതില്ല എന്നൊരു തീരുമാനം 2018 എടുത്തിരുന്നു. ഞങ്ങൾ രണ്ടും പരസ്യമായി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ഇപ്പോഴും അതിനകത്ത് യാതൊരു മാറ്റമൊന്നുമില്ല. ഒരു എഴുത്തുകാരന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള ഒരു ഏരിയ തന്നെയാണ്. മലയാള സാഹിത്യ രംഗത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയില്ലെങ്കിൽ ഒരു വെല്ലുവിളി തന്നെയുണ്ട്. പ്രത്യേകിച്ചും എന്നെപ്പോലെയൊക്കെയുള്ളൊരു തുടക്കക്കാരനായ ആളുകൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷെ നമ്മൾ ആ തീരുമാനം എടുത്തു, അതിൽ ഉറച്ചു നിൽക്കുന്നു. അതാ ഞാൻ പറഞ്ഞ അങ്ങനെ നിലപാടില്ലാത്ത ആളുകളില്ല എന്നുള്ളതല്ല. ഇന്ത്യയിൽ ഇന്നിപ്പം നിലനിൽക്കുന്ന എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടുള്ള ഏറ്റവും ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലുള്ള വാചകം എന്ന് പറയുന്നത് മീശ കേസിലെ സുപ്രീം കോടതി വിധിയാണ്. അതാണ് ഇന്ന് ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുത്തുകാരന് എന്തും എഴുതാം എന്നുള്ള ആ ഭരണഘടനാ വിധി നേടിയെടുത്ത എഴുത്തുകാരൻ ഹരീഷാണ്. അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവലിനെ കുറിച്ചുള്ള തർക്കത്തിൽ നിന്നാണ് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരമോന്നതമായ ഒരു വിധി ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ നിലപാടെടുത്തില്ല എന്നുള്ളത് പൊതുവേ നമുക്കങ്ങനെ പറയാം. പൊതുവേ അല്ല എനിക്ക് മനസ്സിലായി, കറക്റ്റ്. ചേട്ടൻ പറഞ്ഞതിനകത്തൊരു തെറ്റുമില്ല, ഉണ്ട്, നമുക്കറിയാം. പക്ഷേ നമ്മളും ഇപ്പം പറയട്ടെ, വലിയൊരു പ്രശ്നം വന്ന് ജീവിതം എടുത്തോ നിൻ്റെ കഴുത്തോ എന്ന് ചോദിച്ചാൽ എൻ്റെ കഴുത്തത്തെ ഞാൻ പറയും. എനിക്ക് എഴുത്തല്ല പ്രധാനം, എൻ്റെ കഴുത്ത് തന്നെയാണ് എനിക്ക് പ്രധാനം. അത് തന്നെയാണ്. കഴുത്തിൽ എഴുതാൻ പറ്റിയല്ലോ. അത്രയും നമ്മൾ എടുക്കുന്ന നിലപാട് അതേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വളരെ സിമ്പിൾ. ഇവിടെ അടിയന്തരാവസ്ഥ കാലം വന്നു. അടിയന്തരാവസ്ഥ കാലം വന്നപ്പോൾ ഇവിടെ ഏത് എഴുത്തുകാരനാണ് വളരെ ശക്തമായിട്ട് പ്രതികരിച്ച? എത്ര എഴുത്തുകാരുണ്ട് ഇവിടെ? ഒന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ. ഡൽഹിയിലൊക്കെ മൂന്തനും മറ്റേ സച്ചിദാനന്ദനൊക്കെ ചെറിയ ലഘുലേഖകൾ വിതരണം ചെയ്തു, മറ്റേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ചില ആൾക്കാർ, ബി രാജീവനെ പോലത്തെ ആൾക്കാർ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. രാവുണ്ണീനെ പോലുള്ള ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതികരിച്ച എഴുത്തുകാരന്മാരുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വലിയ വലിയ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെയൊന്നും കൃത്യമായിട്ട് പ്രതികരിച്ചില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ പറയുന്നു, ഇപ്പോൾ റഷ്യയിൽ നല്ല ഇഷ്ടം പോലെ എഴുത്തുകാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പലായനം ചെയ്ത എഴുത്തുകാരനാണ് ഏറ്റവും കൂടുതൽ. അവർ ഇവിടുന്ന് പലായനം ചെയ്ത് പോയിട്ട് പുറത്തിരുന്നിട്ടാണ് ഈ സാധനങ്ങൾ മുഴുവൻ ഇവിടുത്തെ പ്രശ്നങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. അതൊരു ബുദ്ധിപരം, അതായത് ആത്യന്തികമായിട്ട് ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റൂ. അല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് ട്രെയിനിന് തലവെക്കുന്ന പോലെ നമ്മൾ ഇതിന് കൊണ്ട് തലവെച്ചിട്ട് കാര്യമുണ്ടോ സാർ? ഇല്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കുഞ്ഞനമ്പ്യാരെ കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കഥയാണ്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കഥ അറിയാം. അമ്പലപ്പുഴ പാൽപ്പായസം, പിന്നെ എന്താ, രാജാവ് അമ്പലപ്പുഴ, എല്ലാവരും രാജാവ് പറയുന്നതെല്ലാം അങ്ങ് ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം അമ്പലപ്പുഴ പാൽപ്പായസം എടുത്തിട്ട് രാജാവ് കുടിച്ചിട്ട് പറഞ്ഞു, എന്തൊരു കയ്പ്പാണിത്. അതായത് അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ
ഏറ്റവും ടേസ്റ്റുള്ള, കേരളത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള പാൽപ്പായസമാണ്. അപ്പോൾ അത് കഴിക്കുന്നു എന്ന് പറഞ്ഞു. കഴിക്കുന്നു പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ അവിടെ ഇരുന്നിട്ട്, അപ്പോൾ എല്ലാവരും കുടിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കഴിക്കുന്നു, അവിടെ കൂടി എല്ലാവരും കഴിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതായത് ഈ കുഞ്ചൻ നമ്പ്യാർ എടുത്ത് കുടിച്ചിട്ട് പറഞ്ഞു ഇത് കഴിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്. അപ്പോൾ കഴിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ സമയത്താണ് ഇയാൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നീ കഴിക്കുന്നു പറയുമ്പോൾ പിന്നെ രാജാവ് എനിക്ക് ഈ കയ്പ്പ് ഭയങ്കര ഇഷ്ടമാണ്, അത് പിന്നെ ഒരു ഗ്ലാസും കൂടി ചോദിച്ചു, 2 ഗ്ലാസും കൂടി ചോദിച്ചു. 2 കൂടി ഗ്ലാസ് ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ അയാൾ പറഞ്ഞു ഈ കയ്പ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു പ്രതികരണമാണ്, ഇത് 8ൻ്റെ പണിയാണ് ആർക്ക് കൊടുക്കുന്നത്, രാജാവിന് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് സാധനം ചെയ്യാം. ഇപ്പോൾ ഇറാൻ സിനിമകളിലും പല സിനിമകളിലും ഇപ്പം നമ്മൾ തന്നെ എഴുത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് എഴുതേണ്ട, അതായത് നമ്മൾ തന്ത്രപരമായിട്ട് അതിൻ്റെ ഒരു ബലിയാടാണ് ഇവിടെ ഇരിക്കുന്നത്. തന്ത്രപരമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. കാരണം വെച്ചാൽ സത്യസന്ധമായിട്ട് എഴുതി, ആ സത്യസന്ധമായി എഴുതിയ ഒരു സാധനമാണ് വളച്ചൊടിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഒരു എഴുത്തുകാരനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകും. ഞാൻ ഈ പറഞ്ഞ പോലെ ബിരിയാണി എഴുതിയിട്ട് തന്നെ പേടിയില്ല നമുക്ക്, പക്ഷേ ഫോൺ വിളിച്ച് പിന്നെ മെല്ലെ നമ്മൾ RSS ആക്കുകയാണ്. എൻ്റെ എഴുത്തിനെ RSS ആക്കിയാൽ കുഴപ്പമില്ല, പക്ഷെ നമ്മളെ തന്നെ RSS ആക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഈ ഇങ്ങനെ RSS കാരനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് പറയേണ്ടത്, സ്ത്രീ വിരുദ്ധതയും മറ്റേ മറിച്ചല്ല ആരോപിക്കപ്പെട്ട ഒരു റൈറ്ററാണ് ഓഗസ്റ്റ് 17 എന്ന് പറഞ്ഞ ഒരു കൃതി എഴുതുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കണം. അപ്പം ഞങ്ങൾ പ്രതികരിക്കില്ല നിങ്ങൾ എങ്ങനെ പറയും? പിന്നെ ഈ പറയുന്ന പോലെ ഈ റോട്ടിലെ കൂടെ മൊത്തം നടന്നിട്ട് മൈക്കും എടുത്തിട്ട് പ്രതികരിച്ച് നടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല. ഞങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് ഞങ്ങളുടെ എഴുത്ത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളെ ഈ 9 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല നിങ്ങൾ ഒരിക്കലും പറയരുത്. ആ നിലപാടുകളോട് ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. കാരണം ഞങ്ങൾ പ്രതികരിക്കേണ്ടത് കൃത്യമായി, ഞങ്ങൾ എഴുത്തിലൂടെയാണ് ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരെയും കൃതികളെടുത്ത് വായിച്ചു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഒരിക്കലും പറയാൻ പാടില്ല. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും. ഈ മീശയുടെ കാര്യത്തിലുണ്ടായ ഒരു കാര്യം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കേസ് കൊടുക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഹരീഷിനെതിരെ കേസ് കൊടുക്കും. ഈ ഇരിക്കുന്ന പാവപ്പെട്ട ഹരീഷ് ഈ എല്ലാ സംസ്ഥാനത്തും പോയി കേസ് കളിക്കാനുള്ള വക്കീലിനെ വെക്കാനുള്ള പരിപാടിയൊന്നും ഇല്ല. അപ്പം അതിലും നല്ലത് നമ്മൾ എഴുതാതിരിക്കുക. അല്ല, നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ വളരെ വിദഗ്ധമായി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കള്ളത്തരത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞു വെക്കും കൃത്യമായി. അത് ഏത് കൃതി എടുത്താലും നമ്മുടെ രാഷ്ട്രീയം കൃത്യമായി ആഖ്യാനത്തിൻ്റെ ഒരു ഇതിലൂടെ പറഞ്ഞു വെക്കും. അല്ലാതെ നമ്മൾ നേരിട്ട് വെല്ലുവിളിച്ച് അല്ലേ, അങ്ങനെ ഹരീഷ് മീശ എഴുതുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു വെല്ലുവിളിയൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ലല്ലോ. ഇതിനെ മാറ്റിമറിച്ചുണ്ടാക്കിയ ഒരു വിവാദമാണ് അത്. എന്നിട്ട് ആ വിവാദത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേസ് കളിക്കേണ്ടി വരിക എന്നുള്ളൊരവസ്ഥ ഒരു എഴുത്താനുണ്ടായാൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ഫേസ്ബുക്കിൽ കുറേ പേര് ലൈക്ക് അടിക്കുകയുള്ളൂ. ഫേസ്ബുക്കിൽ പോരാടൂ. ഹരീഷ് ഭായിയുടെ നാട്ടിൽ ഒരാളുണ്ട്, അയാൾ പോരാട്ടത്തിൻ്റെ ഒന്നാമത്തെ ആളാണ് ഫേസ്ബുക്കിലെ. പക്ഷേ പുള്ളി ഹൃദ്രോഗിയായിട്ട് കിടപ്പാണ്. ഇതിൽ ഫേസ്ബുക്കിലെ വൻ പോരാടിയാണ് പുള്ളി. ബാത്റൂമിൽ ഭിത്തിയെ പിടിച്ചാണ് ബാത്റൂമിലേക്ക് പോകുന്നത്. അങ്ങനത്തെ മനുഷ്യൻ. പക്ഷേ ഫേസ്ബുക്കിൽ പോരാളിയാണ്. ഇത്തരം പോരാളിയെ കൊണ്ട് പിന്നെ ബിനോയ് പറഞ്ഞ വളരെ കറക്റ്റാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടല്ലേ, ആ പിടിക്കുന്ന സമയത്ത് മറ്റേ ഇയാളുടെ മിന്നൽ മറ്റേ രാജശേഖരൻ എന്ന് പറയുന്ന പരമേശ്വരൻ പിള്ളയുടെ ലേഖനത്തിലോ മറ്റാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഞാൻ മുമ്പ് വായിച്ചാണ്, എനിക്ക് ഓർമ്മയിൽ പറയുകയാണ്. അന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആരുണ്ട്, അതായത് അവിടുത്തെ DYSP പോലും ഈ മറ്റേ ഇയാൾ കയ്യിൽ പേനയോ എന്തോ ഉണ്ട്, അത് കണ്ട് പേടിച്ചിട്ട് ഈ പേനയുണ്ടോ മറ്റേ കുത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഇയാൾ പിടിച്ചു കൊണ്ടുവന്ന സമയത്ത്, നാട് കടത്താൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ, അവിടെ 1000-ഓളം ആൾക്കാർ, അന്ന് തിരുവനന്തപുരത്ത് 1000 ആൾക്കാർ എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. 1000 ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ 1000 ആൾക്കാരിൽ നിന്ന് 500 പേര് ചേർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്ഥലത്ത് നിന്ന് സ്വദേശാഭിമാനിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമായിരുന്നു. ചെയ്താ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ തന്നെ പോകേണ്ടി വരും അവിടത്തേക്ക്. ഇത് ഇന്നൊന്നും അല്ലെന്നേ, ഇന്നത്തെ അവസ്ഥയല്ല. ക്രിസ്തുവിനെ ഈ ആൾക്കൂട്ടം പ്രകോപിപ്പിച്ചിട്ട് പുള്ളി ചാടി ഇറങ്ങി. അവസാനം 5000-10000 ആളായിരുന്നല്ലോ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി കൂടിക്കൊണ്ടിരുന്നത്. അവസാനം ഈ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ആരാ, പത്രോസ് പോലും ഇല്ല. ഏറ്റവും കൂടെ നിന്ന പത്രോസ് പോലും എനിക്കറിയത്തില്ല കേട്ടോ ഇതേതാ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് പുള്ളീനെ ആകെ കുറച്ച് ഒരു ഇതുണ്ട്. പിന്നെ ബിനോയ് എന്തായാലും എഴുത്ത് ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും
ഒരു സേഫ് സൈഡിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ എഴുത്തുകാരുണ്ട്. കാരണം എഴുത്തുകാരൊക്കെ തന്നെയും അത്യാവശ്യം പിന്നെ സാമ്പത്തികമായിട്ട് ഒരു നല്ല രീതിയിലുള്ള ജീവിതം നയിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോകാൻ ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കേസും മറ്റേ പ്രശ്നങ്ങളും അതൊക്കെ ആയിക്കഴിഞ്ഞാലോ എങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഇനിയിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. സാർ, എനിക്ക് ഒത്തിരി ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് മാത്രം. സാർ, ഞാൻ നിങ്ങളിൽ പലരും, എഴുത്തുകാരിൽ പലരും, നിങ്ങളൊക്കെ ഒരു വശത്തോട്ട് മാത്രം എന്നെ നോക്കുന്നുള്ളൂ. നിങ്ങൾ പലരും ഒരു വശത്തോട്ട് തെറ്റിദ്ധരിക്കരുത് പറയുമ്പോൾ ഒരു വശത്തെ ഒരു എന്താ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഒരു വശത്തെ മാത്രം പ്ലീസ് ചെയ്യേണ്ടിയിട്ടാണ് ഭൂരിപക്ഷം ആൾക്കാരും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് സത്യമല്ല. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊക്കെ എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ മീനിങ് അറിഞ്ഞൂടാ, അർത്ഥം ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. സോറി കേട്ടോ, ഞാൻ ഇത്ര നാളായി 30-35 വർഷമായിട്ട് തെറ്റില്ല വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളാണ്. എനിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം പറഞ്ഞു. ചില ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ശരിയും ചില ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ തെറ്റുമായിട്ട് വരുന്നു. പിന്നെ പഴയ ആൾക്കാരെ എടുത്തു നോക്കിയാൽ ഒരു കാലത്ത്, ഞാൻ ആ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഉദ്ധരിക്കുന്നില്ല, പല സാഹിത്യകാരന്മാരും, ഏത് 70-75 മേലെയുള്ള പഴയ സാഹിത്യകാരന്മാരും ഒരു കാലത്ത് ഇതായിരുന്നു ശരി ഇതെന്ന് പറഞ്ഞിട്ട് അവരുടെ പിൽക്കാല ചരിത്രം എടുത്തു നോക്കിയാൽ അവരെല്ലാം ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ആരാധനാലയങ്ങളിൽ പോവുകയും ഇതർപ്പിക്കുകയും, അപ്പോൾ ചോദിക്കുമ്പോൾ പറയും അത് കാലഘട്ടം മാറി, ഇപ്പോൾ ഇതെങ്ങനെയാണ്, ഞങ്ങളുടെ ചിന്ത ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താ അർത്ഥം എന്നാ? ഒരു വശത്തോട്ട് മാത്രം ചിന്തിക്കുക, ഇത് മാത്രം ശരിയെന്ന് പറയുക, ഒരാൾക്കാരെ മാത്രം പീഡിപ്പിക്കുക, അല്ലെങ്കിൽ ഭരണകക്ഷിയോട് അതാത് കാലത്തെ ഭരണകക്ഷിയോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുക. ഭൂരിപക്ഷ സാഹിത്യകാരന്മാരും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ പലരും അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെ എന്തെങ്കിലും ലഭിക്കുമെന്ന് വെച്ചുകൊണ്ടാണ് ഭൂരിപക്ഷ ആൾക്കാരും ഈ രംഗത്തുള്ള ഭൂരിപക്ഷ ആൾക്കാരും എഴുതിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില എക്സെപ്ഷൻ ഇല്ല എന്ന് പറയുന്നില്ല കേട്ടോ. ഓക്കെ, എഴുത്തുകാരെ മുഴുവൻ പ്രതിരോധിക്കേണ്ട ആവശ്യം ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. എല്ലാ എഴുത്തുകാരും പ്രതിരോധിക്കേണ്ട കാര്യം നമുക്കില്ല. എല്ലാ എഴുത്തുകാരും ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായില്ല, ഏത് പക്ഷമാണ്, ഏത് പക്ഷത്തോട്ടാണ് കൂടുതൽ ചായുന്നത്, അതൊന്ന് പറയാം, വ്യക്തമാക്കാമോ? സാറ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അറിയില്ല എന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ സാറ് ഒരു സാഹിത്യകാരൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുന്ന ആ സാഹിത്യകാരൻ ഇന്ന പോലെ മാറി എന്നുള്ളത്. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ പേരും കൂടെ നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇന്ന സാഹിത്യകാരൻ ഇത് ഹൈഡ് ചെയ്ത് വെച്ചു, അയാളിപ്പം വേറെ വിശ്വാസത്തിലാണ് എന്ന് നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം. ആ സാമൂഹിക അവസ്ഥയ്ക്കാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള സാമൂഹിക അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മനോരമ ഹോർത്തൂസിൻ്റെ വായനാ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നറിയാം. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നിർത്താതെ തരമില്ല. ഈ സംവാദ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനരായ എഴുത്തുകാർക്കും സജീവമായി സംവാദം ധന്യമാക്കിയ വായനക്കാർക്കും നന്ദി അറിയിക്കുന്നു.